ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഗ്രേസ് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്ന ഓഫീസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ബാക്കപ്പ് വേണമെന്നാണ് ഇതിന്റെ ഓണർ എന്നെ വിളിച്ച് പറഞ്ഞത്. ഇത് കമ്പ്യൂട്ടറൊക്കെ കറണ്ട് പോകുന്ന സമയത്ത് ഇതൊക്കെ വർക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു വാരിയറിന്റെ പോർട്ടബിൾ ഇൻവെർട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്കിത് വാളിൽ നമുക്ക് തൂക്കിയിടുവാനായിട്ട് സാധിക്കും. 1550 ഇതിന്റെ ഈ ഒരു മോഡലിന്റെ പേര് വരുന്നത്. നമുക്ക് 1100 വാട്ട്സ് ലോഡിംഗ് കപ്പാസിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ്. ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് സെന്റ് ജോർജ് ബിൽഡിങ്ങിലാണ് എത്തിയിരിക്കുന്നത്. ഇത് ഗ്രേസ് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്ന ഒരു ഓഫീസ് ഉണ്ട്. അത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് നമുക്കൊരു ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ഓർഡർ. അപ്പോൾ അങ്ങനെ നമ്മൾ അതും പ്രകാരം നമ്മുടെ ഇൻവെർട്ടർ നമ്മളുടെ പാക്കറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാക്കറ്റ് നമ്മൾ അവരുടെ ഓഫീസിലേക്ക് കയറ്റി ഇത് കണ്ട പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ പാക്കറ്റ് ഇത് എങ്ങനെയാണ് വരുന്നത് കേട്ടോ. ലിയോൺ എന്ന് പറയുന്ന ലിഥിയം ഇൻബിൽട്ട് ആയിട്ടുള്ള ഇൻവെർട്ടർ ആണ്. നമുക്കിത് ഭിത്തിയിലൊക്കെ തൂക്കിയിടാവുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ് കമ്പനി നിർമ്മിച്ചിരിക്കുന്നത്. 25 കിലോ ആണ് ഈ ഒരു പാക്കറ്റിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇത് കണ്ടോ, നമ്മുടെ IM വിജയനൊക്കെ അംബാസഡർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ ഈ ലിയോൺ എന്ന് പറയുന്നത്. ഒരു ഓഫീസിൽ കമ്പ്യൂട്ടറൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ബാക്കപ്പ് കൊടുക്കുന്നത്. അതായത് കറണ്ട് പോകുന്ന സമയത്ത് അത്യാവശ്യം കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം. അപ്പൊ 1100 വാട്ട്സ് ആണ് നമ്മുടെ ഈ ഒരു ഇൻവെർട്ടറിന്റെ ലോഡിംഗ് കപ്പാസിറ്റി വരുന്നത്. ഈ ഒരു ഇൻവെർട്ടർ നമ്മൾ ഫ്രഷ് പാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ആ മാനുവലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഇൻവെർട്ടറെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് എത്ര വാട്ട്സ് ലോഡ് എടുക്കാം, ഇതിന്റെ എല്ലാ കാര്യങ്ങളും, ബാറ്ററിയുടെ ചാർജിങ് ആംബിയർ, എത്ര വാട്ട്സ് വെച്ച് നമുക്ക് എത്ര മണിക്കൂർ ഉപയോഗിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു കാറ്റലോഗിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ഇൻവെർട്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും മുകളിൽ തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെപ്പറേറ്റ് ഒരു MPPT വല്ലതും ഇട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ വീതിയൊക്കെ കുറഞ്ഞ ഒരു സിസ്റ്റം. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ വീതി. 2 കൂളിംഗ് ഫാനാണ് ഇതിനകത്ത് കമ്പനി കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലുക്കായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ഇൻവെർട്ടർ വരുന്നത്. ഇത് കണ്ടോ, ലുക്ക് കണ്ടോ. ഒരു ഓഫീസിലൊക്കെ എവിടെയെങ്കിലും വെക്കാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വെക്കാം. സ്പേസ് കുറച്ച് മതി. അതുപോലെ തന്നെ ഇൻവെർട്ടറിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻസ് വരും. അതുപോലെ തന്നെ നമുക്ക് ചാർജിങ് ഓണിന്റെ ഡിസ്പ്ലേ ഉണ്ടാവും. അതുപോലെ തന്നെ ബാക്കപ്പ്, കറണ്ട് പോയി കഴിയുമ്പോൾ ബാക്കപ്പിന്റെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ബാറ്ററി ലോ ആണെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ ലോഡ്, ഓവർലോഡ്. അപ്പം ആ ഒരു വാരിയറിന്റെ ഇത് കണ്ടോ, ലിയോൺ എന്ന് പറയുന്ന WM1550 ഈ ഒരു മോഡലിന്റെ പേര്. ഓൺ ഓഫ് സ്വിച്ച് നമുക്ക് വരുന്നത് ഇവിടെ ഫ്രണ്ടിലാണ്. ഇത് കണ്ടോ, ഇതിന്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മോഡൽ നമ്പർ, ഡീറ്റെയിൽസ്, ഇതിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 25 കിലോ വെയിറ്റ്സ് ആണ് ഈ ഒരു മോഡലിന് വരുന്നത്. ഇത് പ്യുവർ സൈൻ വേവ് ആണ് ഈ ഒരു ഇൻവെർട്ടർ. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി തന്നെയാണ് കമ്പനി നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻപുട്ട് KSEBയുടെ നമുക്ക് MCB ഓഫ് ചെയ്യാനും, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ട്രിപ്പ് ആവാൻ വേണ്ടി ഒരു MCB കൊടുത്തിട്ടുണ്ട്. അതുപോലെ 16 ആംസിന്റെ ആണ് സോക്കറ്റ് വരുന്നത്. 16 ആംസിന്റെ സോക്കറ്റ് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല ബെറ്റർ. അതുപോലെ UPS മോഡ് നമുക്ക് ഉപയോഗിക്കാനുള്ള ഇതുണ്ട്, എക്കോ ഉണ്ട്. അതുപോലെ IPS, അതായത് ചാർജിങ് നമുക്ക് സോളാറിൽ നിന്ന് വേണോ അതോ KSEBിൽ നിന്ന് വേണോ എന്നുള്ള ഓപ്ഷൻസ്. സോളാറിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ താഴോട്ടാക്കി ഇട്ടാൽ മതി, KSEB ഓഫ് ആവും. BMS ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാർജിങ്ങിന് വേണ്ടി നമുക്ക് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു 16 ആംസിന്റെ 3 പിൻ ടോപ്പാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കോഡ് വെയർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിന്റെ ബാറ്ററിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു QR ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ബാറ്ററിയുടെ ഡീറ്റെയിൽസ് നമുക്ക് മൊബൈലിൽ കാണുവാനായിട്ട് സാധിക്കും. സ്മാർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിന് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഭിത്തിയിൽ തൂക്കിയിടാൻ വേണ്ടി കമ്പനി ഒരു വാൾ ബ്രാക്കറ്റ് സഹിതം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഈ ബ്രാക്കറ്റ് നമ്മൾ ഇതിപ്പോൾ കമ്പനി ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്, ഇത് ഇളകി പോകാതിരിക്കാനായിട്ട്. ഇത് നമ്മൾ സ്ക്രൂ ചെയ്യുക, 3 സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ നമ്മൾ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻവെർട്ടർ നമുക്ക് ഭിത്തിയിൽ ഹാങ് ചെയ്ത് ഇടുവാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഈ ഒരു ഓഫീസിൽ വളരെ ചെറിയൊരു സ്പേസിൽ നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ വയ്ക്കാൻ വേണ്ടിയാണ്. അപ്പം ഒരു ചെയറൊക്കെ ഇട്ടിരിക്കുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് വരാതെ നമുക്ക് ആ ഒരു സ്പേസിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഇൻവെർട്ടർ വയ്ക്കാം. ഇത് കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു വാരിയറിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. വളരെ കുറഞ്ഞ സ്പേസിൽ വേണമെങ്കിൽ നമുക്ക് ഭിത്തിയിൽ തൂക്കിയിടാം. അടിപൊളി ലുക്കായിട്ട് തന്നെ, അവരെ നല്ല കളറും ഒക്കെ ഉണ്ട്, നല്ല റിസ്റ്റ് ഉണ്ട്. അടിപൊളിയായിട്ടാണ് കമ്പനി കൊടുത്തേക്കുന്നത്. കൂളിംഗ് ഫാൻ കണ്ടോ, 2 കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ ചാർജിങ് ആംബിയർ, അതിൻ്റെ ബാക്കപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ചാലുവാക്കാം. ഇതാണ് നമ്മുടെ ഗ്രേസിൻ്റെ ആ ഒരു ഇത് കേട്ടോ, ഗ്രേസ് ട്രാവൽ ആൻഡ് ടൂറിസം. നമുക്ക് KSRTC ബസ് സ്റ്റാൻഡ്, തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഓഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ട്രാവലിങ്ങിൻ്റെ കാര്യങ്ങൾക്കോ ടൂറിസത്തിൻ്റെ കാര്യത്തിനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫീസ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. നമ്പർ ഇത് ഇതിനകത്ത് കൊടുത്തേക്കുന്നതാണ് കേട്ടോ, ഏതുണ്ടോ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് ഇതിൻ്റെ BMS ഒന്ന് ഓണാക്കാം. BMS നമ്മൾ ഓണാക്കുകയാണ്. ഓണാക്കുമ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ ആ വരുന്ന ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം. വാരിയോർ ലിയോൺ എന്നും പറഞ്ഞ് നമുക്ക് എഴുതി കാണിച്ചിരിക്കുന്നു. സിസ്റ്റം ഓഫ്, അത് നമ്മൾ ഓൺ ചെയ്തിട്ടില്ല. സിസ്റ്റം നമുക്ക് ഇവിടെ ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ സിസ്റ്റം ഓൺ ആവുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ ഓണാക്കി ഈ ഒരു പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓണാവും. ബാക്കപ്പ് ഇത് കണ്ടല്ലോ, ഓൺ ആയിട്ടുണ്ട്. അതുപോലെ ഇനി ബാറ്ററിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണുവാനായിട്ട് സാധിക്കും. ഇൻവെർട്ടർ വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ KSEBയുടെ ലൈന് ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് മെയിൻസ് നമുക്ക് ഇവിടെ ഓഫ് ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. മെയിൻസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മെയിൻസ് കാണിക്കുകയുള്ളൂ. ഇപ്പം നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ പോർട്ടബിൾ ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യണമെങ്കിലും എവിടെയെങ്കിലും എടുത്തുകൊണ്ട് പോകണമെങ്കിലും നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ എടുത്തുകൊണ്ട് പോകാം. ഏകദേശം 25 കിലോയോളം വെയിറ്റ് മാത്രമേ നമുക്ക് ഇതിനകത്തുള്ളൂ കേട്ടോ. സ്മാർട്ടാണ് ഇത്. മൊബൈൽ വഴി നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. 13.3 വോൾട്ട് ഇത് കണ്ടോ, ഗ്രിഡ് ചാർജിങ് ആണ്. ഗ്രിഡ് ചാർജിങ്, ലോഡ് ഓൺ ഇൻവെർട്ടർ. ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ചിൽ ഒന്ന് പ്രസ് ചെയ്താൽ ബസർ കേൾക്കും, നമുക്കിത് ഓഫ് ആവും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് KSEB ചാർജിങ്ങും UPS മോഡ്, നമുക്ക് ഈ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് UPS മോഡിലേക്ക് ഇത് ഓണാക്കി ഇട്ടാൽ ബെറ്ററാണ്. UPS മോഡിൽ ആ ഒരു വേരിയേഷൻസ് ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് UPS കാണിച്ചിരിക്കുന്നത്. സോളാറിലല്ല നമ്മളിത് കൊടുക്കുന്നെങ്കിൽ നമ്മൾ KSEBയിൽ ചാർജിങ് എടുത്ത് നമുക്ക് ഇൻപുട്ട് ചാർജിങ് ആണ് ഈ കാണിക്കുന്നത്. KSEBയുടെ ചാർജിങ്ങിൽ BMS ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് പറയാനുള്ളത്. വാരിയറിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൻ്റെ, അതായത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിനകത്ത് നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ അകത്ത് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള വീഡിയോകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.